പ്രേക്ഷകർക്ക് ആഗോള അയ്യപ്പ സംഗമം ഓർമ്മയില്ലേ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ ബദലായി അതിനെ മറികടക്കാൻ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം വലിയ കൊട്ടിഘോഷിച്ചാണ് നടത്തിയത്. പക്ഷെ അതിപ്പോൾ അബദ്ധമായി എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വിമർശനം ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്ക് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് കാരണമായി എന്നാണ് വിലയിരുത്തൽ. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയെന്നും കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. രാഹുൽ, ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളെ ചേർത്ത് പിടിക്കാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പണി പാളുന്നതാണ് പിന്നീട് കണ്ടത്. അയ്യപ്പനേക്കാൾ വലിയ പിണറായിയുടെ ഫോട്ടോ, ആശംസകളുമായി യോഗി ആദിത്യനാഥ്, അങ്ങനെ പലതും പാളി. ഇപ്പോൾ ആ തിരിച്ചറിവ് പാർട്ടിക്കുണ്ടാവുകയാണോ, പാർട്ടി ഘടകങ്ങൾക്കുണ്ടാവുകയാണോ? ആ തിരിച്ചറിവ് ഉണ്ടാകുന്നു. വലിയ വിവാദത്തിൽ പാർട്ടിയെ തള്ളിവിട്ടത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ആരെ സൂചിപ്പിച്ചതുപോലെ സംഘാടനത്തിന് മുമ്പും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷവും ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് പിന്നെ സർക്കാർ കുഴങ്ങിപ്പോയത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കെ ഈ ഭക്തർക്കൊപ്പമാണ് സർക്കാർ എന്ന് മുന്നോട്ട് വെക്കുക എന്ന ആശയം മുന്നോട്ട് വെക്കാനാണ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചത്. നിലവിൽ എന്തായാലും CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണത്തിലൊന്ന് അത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതാണ്. കാരണം ഇടതു സർക്കാർ മുൻപ് പറഞ്ഞ നിലപാടുകൾ ആളുകളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ആഗോള അയ്യപ്പ സംഘവുമായി എത്തുമ്പോൾ അത് എന്ത് കാരണത്താൽ എത്തിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒപ്പം വിവാദങ്ങളും പിന്നാലെ വന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾ: പത്മകുമാറിന് എന്ത് ശിക്ഷയാണ് പാർട്ടി നൽകിയത്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് പാർട്ടി എടുത്തത്? റിമാൻഡിൽ കഴിഞ്ഞ വ്യക്തിയാണ്. ആ നടപടി എടുക്കാത്തത് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല. കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞ ആ വാദം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? ആവർത്തിച്ച് ചോദിച്ചപ്പോഴും MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, എന്താണ് പറഞ്ഞത്? കുറ്റാരോപിതനാണ്. M സ്വരാജ് എന്താണ് പറഞ്ഞത്? കുറ്റാരോപിതനാണ്. പാർട്ടിക്ക് ബോധ്യപ്പെടട്ടെ, കുറ്റം എന്താണെന്ന് തെളിയട്ടെ എന്നാണ്. ഇപ്പോഴെങ്കിലും തെളിഞ്ഞോ? നിലവിൽ എന്തായാലും നേതൃത്വം കൈക്കൊണ്ട ആ നിലപാട്, കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റപത്രം വരട്ടെ എന്ന് പറയുന്ന നിലപാട്, അത് പാർട്ടി ജില്ലാ ഘടകങ്ങളാകട്ടെ പാർട്ടി അണികൾക്കാകട്ടെ അവർക്ക് സ്വീകാര്യമായില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഈ വിഷയം അത്രമാത്രം ഒരു പ്രധാന വിവാദമായി നിലനിൽക്കുകയാണ്. അത് മാത്രമല്ല, ദിവസങ്ങൾക്ക് മുൻപ് നടന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗത്തിലും ഇത് കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം റാന്നി മണ്ഡലത്തിൽ മത്സരിച്ചത് പ്രമോദ് നാരായണനാണ്. അവിടെ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി കൈക്കൊള്ളാഞ്ഞതും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതുമാണെന്ന് കേരള കോൺഗ്രസ് എമ്മും വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും പാർട്ടി കൂടിയ വിമർശനത്തിലേക്ക് വരികയാണ്. ആഗോള അയ്യപ്പ സംഗമം ഒരബദ്ധമായി മാറി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ശരി, രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്.